മമതാ ബാനർജിക്ക് രാഷ്ട്രീയ ഭിക്ഷ നൽകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് മമതയെ വിട്ടുപോയ മമതയുടെ പഴയ പാർട്ടിക്കാരനായ ഹുമയൂൺ കബീർ. മമതയ്ക്ക് ഇനി നിയമസഭയിലെത്തണം. ഇപ്പോൾ എം എൽ എ അല്ലല്ലോ, എങ്ങനെയെങ്കിലും നിയമസഭയിലെത്തണം. ഇപ്പോൾ നമ്മുടെ ഭവാനിപൂരിലാണ് സുവേന്ദു അധികാരി മമതാ ബാനർജിയെ തോൽപ്പിച്ചത്. സുവേന്ദു നന്ദിഗ്രാമിലും മത്സരിച്ചിരുന്നു. നന്ദിഗ്രാം സീറ്റ് സുവേന്ദു രാജിവെക്കും. അപ്പോൾ മമത അവിടെ പോയി മത്സരിക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഹുമയൂൺ കബീർ പറയുകയാണ്, അവിടെ പോയി മത്സരിച്ചാൽ മമതാ ബാനർജി ഒരു കാരണവശാലും ജയിക്കില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മമതയ്ക്ക് പറ്റിയതാണ്. സുവേന്ദു അധികാരി അവിടെ മത്സരിച്ചപ്പോൾ സുവേന്ദുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് നന്ദിഗ്രാമിൽ പോയി മത്സരിച്ച് തോറ്റുപോയി. ഭവാനിപൂരിൽ ഇത്തവണ തിരിച്ച് സുവേന്ദു അങ്ങോട്ട് ചെന്ന് മമതയെ വെല്ലുവിളിച്ച് അവിടെ മത്സരിച്ച് സുവേന്ദു ജയിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ മമതയ്ക്ക് എങ്ങനെയെങ്കിലും നിയമസഭയിൽ എത്തണമെങ്കിൽ എവിടെങ്കിലും മത്സരിച്ചേ പറ്റുള്ളൂ. അപ്പോഴാണ് മമതയുടെ പാർട്ടിയിൽ നിന്ന് പിളർന്നുപോയി ആം ജനതാ ഉന്നയൻ പാർട്ടി AJUP എന്ന പാർട്ടി ഉണ്ടാക്കിയ ഹുമയൂൺ കബീർ പറയുന്നത്, ഞാൻ രണ്ടിടത്ത് ജയിച്ചു കേട്ടോ, അപ്പോൾ അതിൽ റജി നഗർ എന്ന് പറയുന്നൊരു മണ്ഡലം ഞാനങ്ങ് രാജിവെച്ചേക്കാം, മമത വന്ന് അവിടെ മത്സരിച്ചോ, അല്ലാതെ നിങ്ങൾ നന്ദിഗ്രാമിൽ നിന്നാൽ തോറ്റുപോകും തള്ളേ, അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നാൽ ഞാൻ ജയിപ്പിച്ചു തരാം, എന്നെ നിങ്ങൾ പുറത്താക്കിയതൊക്കെ ആയിരിക്കും, പക്ഷേ നിങ്ങളെ ഞാൻ ജയിപ്പിക്കാം, പക്ഷേ മമത എൻ്റെ അടുത്ത് വരണം, വന്നിട്ട് പറയണം ഹുമയൂൺ കബീർ നിങ്ങൾ ആ റജി നഗർ രാജിവെക്കുക, ഞാനവിടെ മത്സരിക്കാം, അവിടെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളേ ഉള്ളൂ, ഞാൻ മമതയെ ജയിപ്പിക്കാം എന്ന് പറയുന്നു. നോക്കൂ, ബംഗാളിലെ ചക്രവർത്തിനിയെപ്പോലെ ആളുകളെ അതിഭീകരമായി ഭരിച്ചുകൊണ്ടിരുന്ന മമതാ ബാനർജിയുടെ ഒരു അവസ്ഥ. ജയിക്കാൻ പറ്റുന്ന മണ്ഡലമില്ല, സീറ്റില്ല, എവിടെ മത്സരിക്കും? കൂടെയുള്ള പാർട്ടിക്കാരിൽ എല്ലാവരും കാല് മാറി. ഇന്നലെ മമത MP-മാരുടെയും MLA-മാരുടെയും യോഗം വിളിച്ചു. മലയാള മനോരമ പത്രം ഇന്ന് പറയുന്നത് പോലും 8 MLA-മാരാണ് പങ്കെടുത്തത്. 80 MLA-മാരുണ്ട്. 2 പേരെ മമത പുറത്താക്കി. അപ്പോൾ 78. അതിൽ 8 പേർ പങ്കെടുത്തു, 70 പേർ വന്നില്ല. MP-മാർ 41, 28 ലോകസഭ, 13 രാജ്യസഭ ഉൾപ്പെടെ 41 MP-മാരുണ്ട്. അതിൽ 6 MP-മാർ മാത്രമാണ് വന്നത്. അപ്പോൾ രാഷ്ട്രീയമായി അതിഭീകരമായ തകർച്ചയിലാണ് മമതാ ബാനർജി. അവർ ക്ഷണിച്ചു വരുത്തിയതാണ്. അവരുടെ അഹന്ത, അവരുടെ മുസ്ലിം പ്രീണനം, അവരുടെ ഹിന്ദു വിരുദ്ധത കൊണ്ട് സംഭവിച്ചതാണ്. മമത ഇന്നലെ ചെയ്ത പണിയറിയാവോ? മമതയുടെ പാർട്ടിയിലുള്ള 80 MLA-മാരെയും 31 പേർ മുസ്ലിങ്ങളാണ്. ഈ 31 മുസ്ലിം MLA-മാരെയും മമത നേരിട്ട് ഫോണിൽ വിളിച്ചു. ഞാൻ നിങ്ങളുടെ കൂടെ നിന്നതല്ലേ, ഞാനും ഇസ്ലാം ചര്യകൾ പാലിക്കുന്ന ആളല്ലേ. പൊളിറ്റിക്കൽ മമത ബിരുദമെടുത്തത് ഇസ്ലാമിക് ഹിസ്റ്ററിയിലാണ്. അവർ ജീവിത രീതി കൊണ്ട് ഇസ്ലാമായി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ മുസ്ലിം MLA-മാരെ വിളിച്ചിട്ട് കാല് പിടിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി, മുസ്ലിം സമുദായത്തിന് വേണ്ടി എല്ലാ വഴിവിട്ട കാര്യങ്ങളും ചെയ്തതുകൊണ്ടാണല്ലോ ഈ BJP, ഈ ഹിന്ദുക്കൾ എന്നെ തോൽപ്പിച്ചത്. അപ്പോൾ നിങ്ങളും കൂടെ എന്നെ വിട്ടുപോയാൽ ഞാൻ എന്ത് ചെയ്യും മക്കളെ, തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് മമത കാല് പിടിക്കുകയാണ്. അതിനിടയ്ക്ക് മമത ഇപ്പോഴും ചില വീരവാദങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. ഞാൻ ഡൽഹിയിലേക്ക് വരും, മോദിയെ താഴെ ഇറക്കും, ഡൽഹിയിൽ വന്ന് ഞാൻ ധർണയിരിക്കും. അപ്പോൾ മമതയ്ക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥ എത്തിയിരിക്കുന്നു. മമതാ ബാനർജിക്ക് ഇനിയിപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അവർ സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച നമ്മുടെ പഴയ ക്രിക്കറ്റർ ഉണ്ടല്ലോ, യൂസഫ് പത്താനെ മമത വിളിച്ചിട്ട് പറഞ്ഞു അത്രേ, പത്താൻ രാജിവെക്കുക, അവിടെ ഞാൻ മത്സരിക്കാം. കാരണം അവിടെ ബുർഹാംപൂർ എന്ന് പറയുന്ന മണ്ഡലമാണ്. അവിടെ മമതയ്ക്ക് മത്സരിച്ച ജയിക്കുമെന്നൊരു വിശ്വാസം മമതയ്ക്കുണ്ട്. കാരണം എന്തറിയോ, അവിടെ 70% മുസ്ലിമുകളാണ്. അതെ, 10 പേരെ എടുത്ത 10-ൽ 7 പേര് മുസ്ലിങ്ങളാണ്. അങ്ങനെ 70% മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിലാണ് യൂസഫ് പത്താൻ ജയിച്ചത്. പത്താൻ അവിടെ രാജിവെച്ചാൽ തനിക്ക് അവിടെ മത്സരിക്കാം, ജയിക്കാമെന്നാണ് മമത കണക്കൂട്ടുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, മമത വീണതോടുകൂടി മമതയുടെ പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന മുസ്ലിങ്ങൾ മുഴുവൻ CPM-ലേക്ക് പോയി. പണ്ടങ്ങനെയായിരുന്നു. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരായ, ഇന്ത്യക്കാരല്ലാത്ത രാജ്യവിരുദ്ധരായ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ, രാജ്യദ്രോഹികളായ ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ് CPM എന്നുള്ള പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മമത എന്ന താരോദയം, രാഷ്ട്രീയ താരോദയം ഉണ്ടായതിനു ശേഷം ആ മുസ്ലിങ്ങൾ മുഴുവൻ TMC ആയി. അങ്ങനെ മമത അധികാരത്തിൽ വന്നു. ഇപ്പോൾ ആ TMC-യിൽപ്പെട്ട ഹിന്ദുക്കളാകെ BJP ആയി മാറി. CPM-ലെ നല്ല വിഭാഗവും കഴിഞ്ഞ 15 വർഷം കൊണ്ട് TMC ആയി മാറി. ആ മുസ്ലിങ്ങൾ, TMC-യിൽ ഉണ്ടായിരുന്ന ശേഷിച്ച മുസ്ലിങ്ങൾ നല്ല വിഭാഗം ഹുമയൂൺ കബീറിൻ്റെയൊക്കെ പാർട്ടിയിലേക്ക് പോയി. ഹുമയൂൺ കബീറാണ്, പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും, വേറൊരു ബാബറി മസ്ജിദ് ഞാൻ അവിടെ ഉണ്ടാക്കുമെന്നും പറഞ്ഞ് 1 ലക്ഷം പേരെയൊക്കെ വിളിച്ചു കൂട്ടി വലിയ കല്ലിടിയിലൊക്കെ നടത്തിയ ആളാണ് ഈ ഹുമയൂൺ കബീർ.
ഹുമയൂൺ കബീറിൻ്റെ കൂടെ പോയി കുറേ പേർ. ബാക്കി ശേഷിക്കുന്നവർ CPM-ലേക്ക് തിരിച്ചുപോയി. ഇപ്പോൾ CPM വലിയ മുസ്ലിം പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട് ബംഗാളിൽ. അപ്പോൾ ഈ യൂസഫ് പത്താനോട് രാജിവെച്ചാൽ അവിടെ മത്സരിച്ചാൽ ജയിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെങ്കിലും മമതയ്ക്കൊരു തോന്നലുണ്ട്. കഴിഞ്ഞ 15 വർഷക്കാലം ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ബജറ്റ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ബംഗാളിലാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് 5000 കോടി, കഴിഞ്ഞ വർഷം 5000 കോടിയായിരുന്നു, പ്രത്യേക ബജറ്റ് വരെ അവതരിപ്പിച്ച സംസ്ഥാനമാണ്, മുഖ്യമന്ത്രിയാണ് മമത. അതുകൊണ്ട് അവിടെ മത്സരിച്ചാൽ, യൂസഫ് പത്താൻ മാറിയിട്ട് അവിടെ മത്സരിച്ചാൽ താൻ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൽ മമത ഇന്നലെ യൂസഫ് പത്താനെ വിളിച്ചിട്ട് പറഞ്ഞു, പത്താൻ രാജിവെക്കൂ, ഞാൻ അവിടെ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യൂസഫ് പത്താൻ നിർദ്ദയം പറഞ്ഞത്രേ, പോയി വല്ല പണി നോക്കൂ തള്ളേ, ഞാൻ 5 വർഷത്തേക്ക് MP ഞാൻ ജയിച്ചതാണ്, ഞാൻ അവിടെ തന്നെ തുടരും, ഞാൻ രാജിവെക്കില്ല എന്ന് യൂസഫ് പത്താൻ പറഞ്ഞു എന്നാണ് ബംഗാളി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം മമതാ ബാനർജി എന്തു പറഞ്ഞാൽ, സൂര്യൻ ഉദിക്കരുത് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കില്ല, ഒരു ഈച്ച പറക്കരുതെന്ന് പറഞ്ഞാൽ ഈച്ച പറക്കില്ലാത്ത പാർട്ടിയായിരുന്നു തൃണമൂലിൽ മമതാ ബാനർജി. എന്നിട്ടിപ്പോൾ നോക്കൂ, മറ്റൊരു അപമാനം മമതയ്ക്ക് പറ്റിയിരിക്കുന്നു. മമതയുടെ കൂടെ നിന്ന് മാറി പ്രതിപക്ഷ നേതാവായി മാറിയ വിമത നേതാവ് ഋതപ്രതാപ ബാനർജി, ഋതപ്രതയെ CPM പണ്ട് പുറത്താക്കിയതാണ്. എന്തായിരുന്നു കാരണം? കയ്യിൽ ആപ്പിളിൻ്റെ വാച്ച് കെട്ടുന്നു, മൗണ്ട് ബ്ലോയുടെ പേന പോക്കറ്റിൽ കുത്തുന്നു, വലിയ സമ്പന്ന ജീവിതശൈലി എന്നൊക്കെ പറഞ്ഞ് SFI പുറത്താക്കിയ SFIയുടെ പഴയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കെ SFI പുറത്താക്കിയ ആളാണ് CPM പുറത്താക്കിയ ആളാണ് ഋതപ്രതാപ ബാനർജി. അയാൾ എന്നിട്ടാണ് വന്ന് മമതയുടെ കൂടെ ചേർന്നിരിക്കുന്നത്. അയാളിപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, മമതാ ബാനർജി വേണം ഞങ്ങളുടെ പാർട്ടി തുറന്നോട്ടെ, പക്ഷേ ഒരു പോസ്റ്റ് കൊടുക്കാം, ചീഫ് അഡ്വൈസർ. നോക്കണേ, നമ്മുടെ നാട്ടിലൊക്കെ ചില സംഘടനകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ആർക്കും കൊള്ളാത്ത വലിയ ശല്യക്കാരനായ ഏതെങ്കിലും ഒരു കാരണവരുണ്ടെങ്കിൽ അയാളെ പിടിച്ച് രക്ഷാധികാരിയാക്കും. പുള്ളി രക്ഷാധികാരി എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുകയും ചെയ്യും. പുള്ളി പറയുന്ന ഒരു തീരുമാനം, ഒരു ഉപദേശവും കേൾക്കത്തുമില്ല. അപ്പോൾ ചീഫ് അഡ്വൈസർ എന്ന് പറഞ്ഞാൽ അഡ്വൈസർ ഉപദേശിച്ചോളും, ഉപദേശം കേൾക്കണോ വേണ്ടയോ എന്ന് വേറെ ആമ്പിള്ളേർ തീരുമാനിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഋതപ്രതാപ ബാനർജി ഇന്നലെ പറഞ്ഞു. മമതാ ബാനർജി വന്നു തൃണമൂലിൽ ചീഫ് അഡ്വൈസറായിട്ട് തുറന്നോട്ടെ എന്ന് പറഞ്ഞാൽ തൃണമൂൽ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇനി മമത വേണ്ട എന്നാണ് പച്ചയ്ക്ക് ഋതപ്രതാപ ബാനർജി പറഞ്ഞത്. വേണം ഉപദേശിക്കൂ, മുഖ്യ ഉപദേശി. നോക്കൂ, ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇത്ര വലിയ പതനമുണ്ടായതെന്ന് ആലോചിച്ച് നോക്കൂ. കാരണം അവരുടെ ചെയ്തികൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വെറുപ്പിക്കുകയും അതൃപ്തരാക്കുകയും ചെയ്യുന്ന ജീവിത രീതി, പ്രവർത്തന രീതി, സംസാര രീതി, ഗുണ്ടായിസം, എല്ലാ ജനാധിപത്യ പ്രക്രിയകളെയും അട്ടിമറിക്കുക. ED വന്ന് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചീഫ് സെക്രട്ടറിയും DGPയും കൂടെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ED ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ബലമായി ഫയലുകൾ പിടിച്ചു വാങ്ങുക. ഇതൊക്കെ കണ്ട് കേരളത്തിൽ കുറേ ആളുകൾ കൈയടിച്ചിട്ടുണ്ട്. അവിടെ കല്യാൺ ബാനർജി, അഭിഷേക് ബാനർജി പ്രസംഗിക്കുന്നു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മെയ് 4 കഴിഞ്ഞാൽ അമിത്ഷായുടെ പട്ടാളം തിരിച്ചു പോകും, കേന്ദ്രസേന തിരിച്ചു പോകും. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഈ ഫാൽത്തയിൽ മത്സരിച്ചിട്ട് അവസാനം പിന്മാറിയ, ഞാൻ മത്സരിക്കാനില്ലേ എന്ന് പറഞ്ഞ് ഓടിയ ജഹാംഗീർ ഖാൻ നിങ്ങളെ ഹിന്ദുക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് വരും, മീൻ വെട്ടുന്ന പോലെ മാർക്കറ്റിലിട്ട് വെട്ടും, മിനിമം 100 ഇലക്ട്രിക് ശ്മശാനങ്ങളെങ്കിലും പുതുതായിട്ട് തുടങ്ങേണ്ടി വരും, എന്തിനാ BJPക്കാരെ ഹിന്ദുക്കളെ കത്തിക്കാൻ എന്ന് പ്രസംഗിച്ചതാണ് ഇവരുടെ മരുമകൻ, അനന്തരവൻ. മമതാ ബാനർജി ഒരക്ഷരം മിണ്ടിയില്ല. മമത തന്നെ പറഞ്ഞില്ലേ, എൻ്റെ പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ എന്നിൽ വിശ്വസിക്കുന്ന ഒരു ജനസമൂഹം ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ കൊന്നുകളയും എന്ന് പ്രസംഗിച്ച മമതാ ബാനർജി ഇപ്പോൾ നിലവിളിക്കണം. മണ്ണിൽ വീണ് നിരാശ്രയായി കിടന്ന് കൂടെയുണ്ടായിരുന്നവരുടെ ചവിട്ടും തുപ്പും കൊണ്ട് അപമാനിതയായി ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവിനും സംഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള അന്ത്യത്തിലേക്ക് നടക്കുകയാണ് മമതാ ബാനർജി. ഇതൊരു പാഠമാണ്. കാരണം നരേന്ദ്രമോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിച്ചിരുന്നു. പക്ഷേ ഫാസിസം എന്തായിരുന്നു എന്നറിയാൻ ബംഗാളിലേക്ക് പോകണം. ബംഗാളിലെ കഴിഞ്ഞ 15 വർഷം നോക്കണം. ഇപ്പോൾ ഇവർ പറയും സിദ്ധാർത്ഥ ശങ്കർ റേ എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റുകളെ വേട്ടയാടി, അത് കഴിഞ്ഞ് വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ജനങ്ങളെ വേട്ടയാടി, ഇരകൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമായിരുന്നു എല്ലാവരും പറയും. ഇപ്പോൾ ബംഗാളിൽ പതുക്കെ രാഷ്ട്രീയ പാർട്ടിയായ CPM-ന് പാർട്ടി ഓഫീസൊക്കെ തുറക്കാൻ പറ്റി, ജാഥയൊക്കെ നടക്കാൻ പറ്റി BJP വന്നതുകൊണ്ടാണ്. എന്നിട്ട് അവർ മമതയുടെ കാലത്ത് നടന്ന പീഡനങ്ങളെക്കുറിച്ച് പറയും, BJPക്കാരെ കൊന്നതിനെക്കുറിച്ച് പറയത്തില്ല, BJPക്കാരായ ഹിന്ദുക്കളായ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയതിനെക്കുറിച്ച് പറയില്ല. എത്ര മനുഷ്യരെയാണ്! 1300 കേസുകളാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്
കഴിഞ്ഞ വർഷം 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷിക്കാതെ പോയത് ഇപ്പോൾ സുവേന്ദു അധികാരി റീഓപ്പൺ ചെയ്തു. MLA മാരും MP മാരും ഒക്കെ പ്രതിയാണ്. ആളുകളെ കൊല്ലുക, 58 BJP പ്രവർത്തകരെയാണ് തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കിയത്. 100 കണക്കിന് യുവതികളെയാണ് ബലാത്സംഗം ചെയ്തത്. ഇങ്ങനൊരു ഭരണം ഉണ്ടായിട്ടുണ്ടോ ഈ രാജ്യത്ത്? എന്തിന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൃണമൂലിൻ്റെ ഓഫീസുകളിൽ നിന്നും വെള്ളസാരികൾ കണ്ടെത്തി? പോലീസിലൂടെ അറസ്റ്റിലായ TMC-ക്കാർ പറഞ്ഞത് എന്താണെന്നറിയോ? തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിയുമ്പോൾ ചില BJP-ക്കാരെ കൊല്ലും, കൊന്നു കഴിഞ്ഞാൽ അവരുടെ വിധവകൾക്ക് കൊടുക്കാനായിരുന്നു ഈ വെള്ളസാരി വാങ്ങിവെച്ചതെന്ന്. ചില ഹോട്ടലുകളിൽ മുറിയെടുത്തിരിക്കുകയായിരുന്നു. ചില പെൺകുട്ടികളെ നോട്ടം വിട്ടു, BJP-ക്കാരുടെ വീട്ടിലെ പെൺകുട്ടികളെ അവരെ കൊണ്ടുവന്ന് ലോഡ്ജുകളിൽ താമസിപ്പിച്ച് മാനഭംഗപ്പെടുത്താൻ. അങ്ങനെ ഒരു കിരാത ഭരണത്തിന് നേതൃത്വം നൽകിയ ജനമറുത എന്ന് വിളിക്കുന്ന സ്ത്രീയാണ് സ്വന്തം പാർട്ടിക്കാരാൽ അപമാനിക്കപ്പെട്ട് ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടാൻ പോകുന്നത്. ഇത് അനിവാര്യമായ ജനവിധിയും ജനഹിതവുമാണ്. പ്രിയപ്പെട്ടവരെ, ബംഗാളിലെ വാർത്തകൾ ഇനിയും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നത് ചെയ്യണേ, ഇപ്പോൾ തന്നെ ചെയ്യണേ.